കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ ദൈവാസികത്തോടും കൂടെ ഈ പ്രഭാതത്തിൽ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ഹൃദയത്തെ തിരിക്കുവാൻ കർത്താവ് ശരണപ്പെടുകയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 50-ാമത് വാക്യം. അവനെ ഭയപ്പെടുന്നവർക്ക് അവൻ്റെ കരുണ തലമുറയോളം ഇരിക്കുന്നു. ഈ വാക്യങ്ങൾക്കാട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. വളരെ അനുഗ്രഹീതമായൊരു ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഇന്ന് പ്രഭാതത്തിൽ തിരിക്കുകയാണ്. നമുക്കറിയാം, എലിസബത്ത്, അതായത് സക്കറിയാവിൻ്റെ ഭാര്യ, യോഹന്നാൻ സ്നാപകൻ്റെ അമ്മ, യോഹന്നാനെ ഉദരത്തിൽ വഹിക്കുന്ന സമയത്താണ് മറിയ സ്തോത്രം ഗർഭിണിയായിട്ട് എലിസബത്തിനെ വന്ദനം ചെയ്യാൻ വേണ്ടി പോകുന്നത്, അല്ലേ? ആ വന്ദന സ്വരം കേൾക്കുന്ന സമയത്ത് എലിസബത്തിൻ്റെ ഉദരത്തിൽ കിടന്ന പിള്ള ആനന്ദം കൊണ്ട് തുള്ളിയെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സ്തോത്രം. അതൊരു വലിയ അനുഗ്രഹീതമായൊരു സന്ദർഭമായിട്ട് ആ വാക്കുകളെയും ആ വാക്യങ്ങളെയും നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അതെല്ലാം പറഞ്ഞു വരുന്ന സമയത്ത് 45-ാം വാക്യം 1:45 നമ്മളിങ്ങനെ വായിക്കും. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവർത്തി ഉണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് ആര് പറയുകയാണ്? എലിസബത്ത് മറിയെ നോക്കി പറയുകയാണ്. അപ്പോൾ മറിയ പറഞ്ഞു തുടങ്ങുന്ന ഒരു ഭാഗമാണ് 46 മുതലുള്ള വാക്യം. അതിൽ 50-ാമത് വാക്യമാണ് നമ്മൾ വായിച്ചത്, അല്ലേ? മറിയ പറയുകയാണ്, അവനെ ഭയപ്പെടുന്നവർക്ക് അവൻ്റെ കരുണ തലമുറയോളം ഇരിക്കുന്നു. എന്തുകൊണ്ട് ഈ ഭാഗ്യം എനിക്ക് കിട്ടി? വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ സ്ത്രീകളിൽ വെച്ച് അനുഗ്രഹിക്കപ്പെട്ടവൾ, ഏറ്റവും ഉയർന്ന സ്ഥാനം വഹിക്കുന്നവൾ എന്നുള്ള പേര്, ഇല്ലെങ്കിൽ കർത്താവിൻ്റെ അമ്മ, ഇല്ലെങ്കിൽ കർത്താവിൻ്റെ മാതാവ് എന്നുള്ള പേരിന് അർഹമായ ഒരേ ഒരാള് ലോകപരമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ സ്തോത്രം മറിയ മാത്രമേ ഉള്ളൂ. അതാണ് മറിയയ്ക്ക് ദൈവം കൊടുത്തിരുന്ന ഏറ്റവും ഉന്നതമായ സ്ഥാനം എന്ന് പറയുന്നത്, അല്ലേ? അല്ല, യേശു എന്ന ലോകരക്ഷിതാവിന് ജന്മം കൊടുക്കാൻ വേണ്ടി ദൈവം കണ്ടിരുന്ന സ്തോത്രം ദൈവം തിരഞ്ഞെടുത്ത അനുഗ്രഹീതയായ ഒരു പാത്രമായിട്ടില്ലെങ്കിൽ ഒരു ഉപയോഗിക്കാൻ തക്കവണ്ണം, അല്ലെങ്കിൽ യേശുവിന് ജന്മം കൊടുക്കാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു മറിയ എന്ന സ്ത്രീ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് മറിയെ ദൈവം അതിനുവേണ്ടി ഒരുക്കി, അല്ലെങ്കിൽ അതിനുവേണ്ടി ദൈവം തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടിയും കൂടെ ഈ വാക്യത്തിനകത്തുണ്ട്. സ്തോത്ര. എന്താണ് പറയുന്നത്? അവനെ ഭയപ്പെടുന്നവർക്ക് സ്തോത്ര ദൈവത്തിൻ്റെ കരുണ അത് തലമുറയോളം ഇരിക്കുന്നു. മറിയയ്ക്ക് എലിസബത്തിനോട് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഈ ഭാഗ്യം എനിക്ക് കിട്ടിയത് ദൈവത്തിൻ്റെ കരുണയാണ്. ആ കരുണ എന്നിൽ വെളിപ്പെടുന്നതിന് കാരണമായത് ഞാൻ അവനെ ഭയപ്പെട്ടത് കൊണ്ടാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം ഞാൻ പറയാം. ദൈവഭയമില്ലാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവഭയം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തു ചെയ്താലും കുഴപ്പമില്ല, രഹസ്യത്തിലും പരസ്യത്തിലുമായിട്ട് സ്തോത്രം ദൈവത്തിന് വിരോധമായി, ദൈവത്തിൻ്റെ ഹിതത്തിന് വിരോധമായി പ്രവർത്തിക്കുന്ന സ്തോത്രം അനേക ആത്മീക വ്യക്തികളെന്ന് പേർ പറയുന്ന പലരുമുള്ള ഒരു കാലത്താണ് ഇന്ന് നമ്മൾ ജീവിക്കുവാൻ തക്കവണ്ണം ഇടവരുന്നത്. പക്ഷേ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളോട് ഞാൻ ആത്മാവിൽ പറയാം, തിരുവചനത്തെ ആധാരമാക്കി പറയാം, ദൈവത്തെ നീ ഭയപ്പെട്ടില്ലെങ്കിൽ നിന്നിൽ നിന്ന് നഷ്ടമാകുന്നത് ദൈവത്തിൻ്റെ കരുണയാണ്. സ്തോത്രം. ദൈവഭയം നമ്മുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വരുവാൻ തക്കവണ്ണം ഇടവരും. എന്താ അതിൻ്റെ അർത്ഥം? ഇന്നത്തെ ആത്മീക സമൂഹത്തിലേക്ക് നമ്മൾ നോക്കിയേ, സ്തോത്രം മറ്റുള്ളവരെ നശിപ്പിക്കുവാൻ, തകർക്കുവാൻ കച്ചകെട്ടി പുറപ്പെട്ട് ഏതു വിധേനയും സ്തോത്രം ഹല്ലേലൂയ എനിക്ക് വിരോധമായി നിൽക്കുന്ന ഇന്ന വ്യക്തി തകരണമെന്നുള്ള ചിന്താഗതിയോടെ നിൽക്കുന്ന ഇതെന്തുകൊണ്ട് അതങ്ങനെ സംഭവിക്കുന്നു ചോദിച്ചാൽ ദൈവഭയം നഷ്ടപ്പെടുകയാണ്. സ്തോത്രം. ദൈവഭയം നഷ്ടപ്പെടുകയാണ്. എന്തുവാ ക്രിസ്തുവിൻ്റെ ആത്മാവ് 39 അടിയടിച്ച് സ്തോത്ര യേശുവിൻ്റെ ശരീരം ഉഴവുചാല് പോലെ കീറി മുറിക്കപ്പെട്ട സാഹചര്യത്തിലും ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ കർത്താവിൻ്റെ ആത്മാവ് ഇല്ലാതെ പോകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കും. എന്തുകൊണ്ട് അതില്ലാതെ പോകുന്നു ചോദിച്ചാൽ ഒറ്റ മറുപടി, ദൈവത്തെ ഭയപ്പെടുന്നില്ലെന്നുള്ളതാണ്. സ്തോത്രമല്ല, ദാവീദിനെ ദൈവം മാനിക്കുമ്പോൾ, അനുഗ്രഹിക്കുമ്പോൾ അവൻ ദൈവത്തെ ഭയപ്പെട്ടതുകൊണ്ട് സ്തോത്രം ദൈവം അവനോട് പറഞ്ഞൊരു ഉടമ്പടിയാണ്, ഞാൻ നിന്നെ മാത്രമല്ല നിന്റെ തലമുറയെയും ഞാൻ അനുഗ്രഹിപ്പാൻ തക്കവണ്ണം ഇടവരും. അതുകൊണ്ടാണ് ഒരിക്കൽ ദാവീദ് പറഞ്ഞത്, കർത്താവ് ഇവിടത്തോളം എന്നെ കൊണ്ടുവരുവാൻ ഞാൻ എന്തുള്ളൂ, എൻ്റെ ഗ്രഹവും എന്തുള്ളൂ, എന്നെക്കുറിച്ച് മാത്രമല്ല എൻ്റെ തലമുറയെക്കുറിച്ചും അങ്ങ് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തിന് നന്ദി പറയുന്ന ദാവീദിനെ നമുക്ക് കാണുവാൻ തക്കവണ്ണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ
പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ഭയപ്പെടുക. നിശ്ചയമായിട്ട് ദൈവത്തിൻ്റെ കരുണ നിന്റെ മേൽ വെളിപ്പെട്ട് വരുവാൻ തക്കവണ്ണം ഇടയാകുന്നത് പ്രാപിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ചെറുകടിയിൽ മറയ്ക്കണമേ. ദൈവത്തെ ഭയപ്പെട്ട ദൈവത്തിൻ്റെ കരുണയെ പ്രാപിപ്പാൻ അവിടെ ഞങ്ങൾ കൃപ നൽകിയാണ്. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.